ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, അച്ഛനെ വീഴ്ത്തിയതും ഈ നിലയിലാക്കിയതും ആ അമ്മയും മോനും ചേർന്ന് തന്നെയാ. അവർക്ക് മന്ത്രിയാവണം, എല്ലാം വെട്ടിപ്പിടിക്കണം. അതിനുവേണ്ടി ഇപ്പോ അവരുടെ മുഖ്യ ശത്രു വർമ്മ സാറ് തന്നെയാ. വർമ്മ സാറിനെ ഇല്ലാതാക്കാനായിട്ട് അവരെന്ത് കടുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അമ്മ വർമ്മ സാറിന്റെ അടുത്തുനിന്ന് മാറരുത്, കൂടെ തന്നെ നിൽക്കണം. മാറേണ്ട സാഹചര്യം വന്നാ ഞങ്ങളെ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിച്ചിട്ടേ അമ്മ മാറാവൂ. ശരി മോനെ. അമ്മേ, മാസ്ക് മാസ്ക്. അത് അമ്മമ്മേ. എന്താ? ഒന്നുമില്ല, അമ്മയോട് ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയായിരുന്നു. ആ അംബികമായി ആളെ മനസ്സിലാക്കിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആളെ മനസ്സിലാകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇനി അഥവാ പ്രതാപനെ നോക്കുന്നത് ഹോം നേഴ്സ് പത്മയാണെന്നറിഞ്ഞ മോള് പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇവിടെ ഉള്ളപ്പോ അംബികയുടെ വെളച്ചിലൊന്നും നടക്കില്ല. ചുരുട്ടി കൂട്ടും ഞാൻ. അവരിപ്പോ പഴയ പാൽക്കാരിയൊന്നും അല്ല, മന്ത്രിയാണ്. മന്ത്രിയോ തന്ത്രിയോ ആയിക്കോട്ടെ, അതിന് ഞാനെന്ത് വേണം? അമ്മമ്മേ, അച്ഛനാ. അച്ഛാ. മോനെ, ഞാൻ വർമ്മ സാറിന്റെ വീടിന്റെ പുറത്തുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് വരാ. അച്ഛാ, അച്ഛൻ പുറത്തു വന്ന് കാത്തു നിൽക്ക. വാ. അച്ഛനെന്താ അകത്തേക്ക് വരാതെ ഇവിടെ തന്നെ നിൽക്കുന്ന? അകത്തേക്ക് വരണമെന്നും സാറിനെ കാണണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അവളകത്തില്ലേ അംബിക? അവരകത്തുണ്ടെങ്കിൽ അങ്കിളിനെന്താ? അല്ല മോളെ, അവളിപ്പോ മന്ത്രിയല്ലേ. അവര് മന്ത്രിയോ ഗവർണറോ ആകട്ടെ, അങ്കിള് വാ. അല്ല മോളെ, കോടതി മുറ്റത്ത് വെച്ച് ഞാൻ അവളെ ചീത്ത വിളിച്ചതാ. എന്നെ കണ്ട അതിൽ ചുരുക്കം അവള് തീർക്കും. അവരങ്കിളിനെ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ, അപ്പോഴാ അവര് വിവരം അറിയാൻ പോകുന്നെ. അല്ല, സാറിങ്ങനെ കിടക്കുമ്പോ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണോ? ഒരു പ്രശ്നമില്ല. ഒന്നാമത് അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല. പിന്നെ അംബിക, ഈ വീടാണെങ്കിൽ എന്റെ പേരില്, ഞാനതിന്റെ അവകാശി. അംബിക കൂടുതൽ വിളഞ്ഞ ചെറിയച്ഛന്റെ സഹായത്തോടെ അവരെ ഞാൻ പിടിച്ച് പുറത്താക്കും. അങ്കിള് വാ. വാ അങ്കിൾ. വാ അച്ഛാ. വരൂ അങ്കിൾ. ഉറങ്ങിക്കോ, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, എങ്ങോട്ടും പോവില്ല.